ഗുഡ് ഈവനിങ്. നമ്മളിന്ന് കമ്മ്യൂണിക്കേഷന്റെ ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. കമ്മ്യൂണിക്കേഷനകത്ത് മെയിൻ ആയിട്ടും നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ AM FM അതേപോലെ തന്നെ ഡിജിറ്റൽ. അപ്പൊ അനലോഗ് കമ്മ്യൂണിക്കേഷനകത്ത് AM FM പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫേസ് മോഡുലേഷൻ ഉണ്ട്. ദെൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ PCM, ഡെൽറ്റ മോഡുലേഷൻ, പിന്നെ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ്, BPSK, QPSK, അങ്ങനെ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസുകളെല്ലാം പഠിക്കാനുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് എന്താണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും സ്കൈ വേവ്, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, അങ്ങനെ TV, എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും ഒരു ജനറൽ ആയിട്ട് പഠിക്കാനുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഏരിയാസ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ നമുക്ക് AM FM പോകുന്നതിന് മുമ്പ് നമ്മുടെ സിലബസിൽ ആദ്യം ആ ഒരു സിഗ്നൽസിന്റെ പോർഷൻ ആണ് ആദ്യം. കാരണം അത് ബേസിക് ആണ്. സിഗ്നല്, നോയിസ്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷനകത്ത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് വളരെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിഗ്നൽസ്, അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്, പിന്നെ LTI സിസ്റ്റം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ് ഒരു സിഗ്നൽ എന്ന് നോക്കാം. അപ്പൊ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉള്ള ആ ഒരു ഫിസിക്കൽ ആ ഒരു ഡേറ്റയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഞാനിങ്ങനെ ഒരു വേവ് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു സിഗ്നലാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു സൗണ്ട് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിഗ്നലാണ്. ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ, വോൾട്ടേജ് സിഗ്നൽ എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമ്മൾ യൂഷ്വലി സൈൻ വേവോ കൊസൈൻ വേവോ വെച്ചിട്ടൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെല്ലാം സിഗ്നൽസ് ആണ്. ഒരു ഇൻഫർമേഷൻ അടങ്ങിയ കണ്ടന്റിനെ നമുക്ക് സിഗ്നൽ എന്ന് പറയാം. അപ്പോ നമ്മൾ ഈ സിഗ്നൽസ് മെയിൻ ആയിട്ട് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് കണ്ടിന്യൂസ് ടൈമും ഉണ്ട്, അടുത്തത് ഡിസ്ക്രീറ്റ് ടൈമും ഉണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. അപ്പൊ ഞാൻ ഈ വരച്ചേക്കുന്നത് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്. ഈ X എന്ന് ഞാൻ വരച്ചേക്കുന്ന ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈം ആണ്. കാരണം ഇത് 0 മുതൽ T വരെയുള്ള എല്ലാ 0 മുതൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ എവിടം വരെയാണോ അത് ഡിഫൈൻ ചെയ്തേക്കുന്നത്, എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്തിട്ടാണ് X ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ X is defined for all values of T. Is defined for all values of T. All values of T. അപ്പൊ അങ്ങനെയുള്ള ഒരു സിഗ്നലിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് എന്ന് വിളിക്കുക. അപ്പൊ ഇത് എന്താണ്? ഇതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. അപ്പൊ നമുക്ക് ഇതേപോലെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഉണ്ട്. കണ്ടിന്യൂസ് ടൈം കൂടാതെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഉണ്ട്. അപ്പൊ നമ്മളത് ശരിക്കും ക്ലാസിഫിക്കേഷൻ അത് പഠിക്കും. അപ്പൊ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വാല്യൂസും എടുക്കത്തില്ല. ഇപ്പൊ 0-ൽ 1 ആയിരിക്കാം, 1-ൽ അതിന്റെ വാല്യൂ 2 ആയിരിക്കും, -2 ആയിരിക്കാം, ദെൻ -1-ൽ അതിന്റെ വാല്യൂ ഒന്നും ഇല്ല. അപ്പൊ ഇതിനെ നമ്മൾ -2-ൽ അതിന്റെ വാല്യൂ ഒരു 3 ആയിരിക്കാം. അപ്പൊ ഇതിനെയാണ് ഡിസ്ക്രീറ്റ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ X വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ X എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നലും X എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലുമാണ്. അപ്പൊ X എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് T. X എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ സം വാല്യൂസ് ഓഫ് N. അപ്പൊ ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ആയിട്ടുള്ള വാല്യൂസിൽ മാത്രമേ, ഇപ്പൊ 0-ക്കും 1-നും ഇടയ്ക്കുള്ള വാല്യൂസ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് ഡിസ്ക്രീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എലിമെന്ററി സിഗ്നൽസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എലിമെന്ററി സിഗ്നൽസ് എന്ന് പറയുന്നത് ഇപ്പോ അല്ലെങ്കിൽ ബേസിക് സിഗ്നൽസ്, നമുക്കൊരു സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ എലിമെന്ററി സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് U വെച്ചിട്ടാണ്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ റെപ്രസെന്റ് ചെയ്യുന്നത് U വെച്ചിട്ടാണ്. U എന്ന് പറയുന്നത് 1 ആയിരിക്കും ഫോർ T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 മുതലാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്.
0 മുതൽ ഇൻഫിനിറ്റി വരെ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ആൻഡ് ഈക്വൽ ടു 0 ഫോർ t ലെസ് ദാൻ 0. ഇതാണ് കണ്ടീഷൻ. അപ്പൊ ഇത് പഠിക്കണം. ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന്റെ കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. കണ്ടോ, 0 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ അതിന്റെ വാല്യൂ 1 ആണ്. t ലെസ് ദാൻ 0യിൽ അതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇതാണ് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഡിസ്ക്രീറ്റ് ആയിട്ടും കാണിക്കാം. ഡിസ്ക്രീറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നിലായിരിക്കും കാണിക്കുന്നത്. യു ഓഫ് എന്നിന്റെ വാല്യൂ 1 ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. അപ്പൊ നമ്മൾ ഇതിനെ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. 0യിൽ അതിന്റെ വാല്യൂ 1 ആണ്, 1ൽ അതിന്റെ വാല്യൂ 1 ആണ്, 2ൽ 1 ആണ്, എക്സെട്ര. ഇതാണ് നമ്മുടെ സിഗ്നൽ യു ഓഫ് എൻ. ഇനി -1ൽ നോക്കി അതിന്റെ വാല്യൂ 0 ആണ്, -2ൽ അതിന്റെ വാല്യൂ 0 ആണ്, എക്സെട്ര. സോ ഇതാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് ടൈമില് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. അപ്പൊ ഏത് നമ്മൾ പഠിക്കുമ്പോഴും അതിന് ഡിസ്ക്രീറ്റ് ടൈം ഉണ്ടെന്നുള്ളത് ഓർക്കുക. അപ്പോ ബേസിക് ആയിട്ട് ഡെഫിനിഷൻ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ കണ്ടിന്യൂസിനകത്ത് എല്ലാ വാല്യൂസിലും, ടിയുടെ എല്ലാ വാല്യൂസിലും അത് 1 ആയിരിക്കും. ഡിസ്ക്രീറ്റിന്റെ കേസിൽ അത് 0 കഴിഞ്ഞിട്ട് 0ൽ 1 ആണെങ്കിൽ അടുത്ത 1ൽ 1, 2ൽ 1 അങ്ങനെ പോകും. അപ്പൊ ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഹലോ, മ്യൂട്ട് ചെയ്യോ? സോ അടുത്തത് റാമ്പ് സിഗ്നൽ ആണ്. റാമ്പ് സിഗ്നലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി വെച്ചിട്ടാണ്. ആർ ഓഫ് ടി, റാമ്പ് സിഗ്നൽ ഈസ് റെപ്രസെന്റഡ് ബൈ ആർ ഓഫ് ടി. അപ്പൊ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ റാമ്പ് സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് യു ഓഫ് ടിയിൽ നിന്നും ഡിറ്റർമിൻ ചെയ്യാം. അതായത് നമ്മുടെ യു ഓഫ് ടിയെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താണ്. യു ഓഫ് ടിയുടെ വാല്യൂ 1 അല്ലേ, അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ടി ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. അപ്പൊ ഞാനിവിടെ റിലേഷൻ പറഞ്ഞു. ആർ ഓഫ് ടിയുടെ റിലേഷൻ എന്താണ്? യു ഓഫ് ടിയുടെ ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആർ ഓഫ്. അപ്പൊ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആർ ഓഫ് ടി എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 0 കൊടുക്കുമ്പോൾ ആർ ഓഫ് 0 0, 1 കൊടുക്കുമ്പോൾ 1, 2 കൊടുക്കുമ്പോൾ 2. അപ്പൊ ഇങ്ങനെ 0 കൊടുക്കുമ്പോൾ 0, 1 കൊടുക്കുമ്പോൾ 1, ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ട് വരുന്ന ഒരു കർവ് ആക്കുന്നത്. ഇതാണ് റാമ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഡിസ്ക്രീറ്റ് പഠിക്കാം. ആർ ഓഫ് എൻ ഈക്വൽ ടു എൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0. ഡിസ്ക്രീറ്റ് ആണ്. അതായത് 0 കൊടുക്കുമ്പോൾ, എന്നിന് 0 കൊടുക്കുമ്പോൾ ഇത് ടി ആണ്, എന്നിന് 0 കൊടുക്കുമ്പോൾ 0, 1 കൊടുക്കുമ്പോൾ 1, 2 കൊടുക്കുമ്പോൾ 2, 3 കൊടുക്കുമ്പോൾ 3. ഇങ്ങനെ റാമ്പ് സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ ലീനിയർ ആയിട്ട് പോകും. അപ്പോ ഇതാണ് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റിനകത്തും വരുന്ന റാമ്പ് സിഗ്നൽസ്. ഇവിടെ റിലേഷൻ കൂടി ഞാൻ പറഞ്ഞു. റാമ്പ് സിഗ്നൽ ആർ ഓഫ് ടി എന്ന് പറയുന്നത്, ഇത് സാറിന് ചോദിക്കാം. അതായത് ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് യു ഓഫ് ടി ഡി ടി. യു ഓഫ് ടിയെ ഇന്റഗ്രേറ്റ് ചെയ്താൽ റാമ്പ് കിട്ടും. ഇതാണ് ആർ ഓഫ് ടി യു ഓഫ് ടി തമ്മിലുള്ള റിലേഷൻ. തിരിച്ചും പറയാം, യു ഓഫ് ടിയെ കിട്ടണമെങ്കിൽ നമുക്ക് ആർ ഓഫ് ടി ഡിഫറൻഷിയേറ്റ് ചെയ്താലും മതി. അങ്ങനെയും തിരിച്ചും പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു രീതി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പാരാബോളിക് സിഗ്നൽ ആണ്. നമ്മൾ അതിനെ പി ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പി ഓഫ് ടി ഇതെന്ന് പറഞ്ഞാൽ റാമ്പിനെ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുക. റാമ്പിൻ്റെത് അപ്പൊ യു ഓഫ് ടി ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ടി കിട്ടി. ഇനി റാമ്പിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പാരാബോളിക് കിട്ടും. അതായത് ടി സ്ക്വയർ ബൈ 2. ടിയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. അപ്പൊ ഇതിന്റെ ഡിസ്ക്രീറ്റ് നമുക്ക് എളുപ്പമാണ്. പി ഓഫ് എൻ വെച്ചിട്ട് കാണിക്കാം. പി ഓഫ് എൻ ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ 2. ഞാൻ എല്ലാം വരയ്ക്കുന്നില്ല, ഒരെണ്ണം കണ്ടിന്യൂസിന്റെ മാത്രമേ ആവശ്യമുള്ളൂ അത്. സോ ഇവിടെ നമുക്ക് വരുന്ന എന്താണ്? പരാബോളിക് ആണ് അല്ലെ. അപ്പൊ പരാബോളിക് എന്ന് പറയുമ്പോൾ 0 കൊടുക്കുമ്പോൾ 0,
ഇവിടെ ടിക്ക് വാല്യൂ കൊടുത്താൽ മതി. 0 കൊടുക്കുമ്പോൾ 0, 1 കൊടുക്കുമ്പോൾ 1/2 വരുന്നത്. പി ഓഫ് 1 എന്ന് പറയുന്നത് 1/2 ആണ്. 2 കൊടുക്കുമ്പോൾ 2² 2, 4/2, അതായത് 2. അതായത് നമ്മൾ വരച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു കർവ് പോലെ ഇരിക്കും. ഇതാണ് പരാബോളിക് സിഗ്നൽ. ഇതേപോലെ ഡിസ്ക്രീറ്റിന്റെ വരയ്ക്കാം. അപ്പൊ പി ഓഫ് ടി എങ്ങനെ കിട്ടിയത്? പി ഓഫ് ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ആർ ഓഫ് ടി ഡി ടി. അല്ലെങ്കിൽ നമുക്ക് പറയാം യു ഓഫ് ടിയെ 2 വട്ടം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ ഓഫ് ടി കിട്ടും. കാരണം യു ഓഫ് ടി 1 വട്ടം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആർ ഓഫ് ടി കിട്ടും. ആ ആർ ഓഫ് ടി ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് പി ഓഫ് ടി കിട്ടുന്നത്. അപ്പൊ അത് എല്ലാം തമ്മിലുള്ള റിലേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഇപ്പൊ എക്സാമിന് നമുക്ക് എലിമെന്ററി സിഗ്നലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് മിക്കവാറും യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിൽ നിന്നായിരിക്കും. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ്. അപ്പോൾ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ എലിമെന്ററി സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പൊ കണ്ടിന്യൂസിന്റെ കേസിൽ ഞാൻ ഇങ്ങനെയാണ് അതിനെ വരയ്ക്കുന്നത്. ഇതാണ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഡെൽ ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 0 ആണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടി 0 കൊടുക്കുമ്പോ അതിന് ഒരു വാല്യൂ ഉണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോ ഈ ഡെൽ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന എത്രയാണ്? 0 അപ്പൊ ഇതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ഇതിന്റെ ഏരിയ, അതായത് ഇന്റഗ്രൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഡെൽ ഓഫ് ടിയെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇതാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ദ ഏരിയ അണ്ടർ ദ ഫംഗ്ഷൻ, അതായത് ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഡി ടി ഈക്വൽ ടു 1 അറ്റ് ടി ഈക്വൽ ടു 0. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഡി ടി ഈക്വൽ ടു 1 അറ്റ് ടി ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ നമ്മള് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ, അത് ടി ഈക്വൽ ടു 0 മാത്രമാണ് ഇതിന്റെ ഏരിയ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഏരിയ ഈസ് യൂണിറ്റി, ഏരിയ ഈസ് യൂണിറ്റി, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഓർ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാം ആൻഡ് ഡെൽ ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0. അതായത് ടിയുടെ 0 അല്ലാതെ വരുന്ന എല്ലാ വാല്യൂസിനും ഡെൽ ഓഫ് ടിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈക്വൽ ടു 1 അറ്റ് ടി ഈക്വൽ ടു 0 യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഇനി ഡിസ്ക്രീറ്റിന്റെ കേസ് വരുമ്പോ അത് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽ ഓഫ്. അവിടെ അതിന്റെ വാല്യൂ 1 ആണ്. ഇവിടെ ഞാനൊരു 0 ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ ആണ് കാണിച്ചേക്കുന്നതെങ്കിൽ ഡിസ്ക്രീറ്റിന്റെ കേസിൽ അത് വ്യത്യാസമുണ്ട്. 0 അതിന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഡെൽ ഓഫ് എന്നിന്റെ വാല്യൂ 1 ആണ് ഫോർ n ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ഫോർ n നോട്ട് ഈക്വൽ ടു 0. ഇതാണ് ഒരു യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടിന്യൂസ് ഉണ്ട് ഓർക്കുക, ഡിസ്ക്രീറ്റും ഉണ്ട്. അപ്പം കണ്ടിന്യൂസിനകത്താണ് ഏറ്റവും ഓർത്തിരിക്കേണ്ടത്. കാരണം വേറൊന്നുമല്ല, അതിന് നമ്മൾ ടോട്ടൽ ഏരിയ അതിന്റെ 1 ആയിരിക്കും. ആ രീതിയിൽ അത് ഡിഫൈൻ ചെയ്യുന്നത്. വെറുതെ ഡെൽ ഓഫ് ടി 1 എന്നല്ല പറയുന്നത്. ഏരിയ അണ്ടർ ഡെൽ ഓഫ് ടി ഈക്വൽ ടു 1 അറ്റ് ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0 മാത്രമാണ് ആ ഈ ഇന്റഗ്രൽ വാല്യൂ 1 ആവുന്നത്. അതേസമയം ഡെൽ ഓഫ് എന്നിന്റെ വാല്യൂ എന്താണ്? ഡിസ്ക്രീറ്റിന്റെ കേസിൽ അതിന്റെ വാല്യൂ 1 ആണ്, ഏരിയ ഒന്നുമല്ല, അതിന്റെ വാല്യൂ 1 ആണ്, n 0 ആണ്. പിന്നെ ടി നോട്ട് ഈക്വൽ ടു 0 കണ്ടീഷൻ ആയാലും n നോട്ട് ഈക്വൽ ടു 0 കണ്ടീഷനിലും ഡെൽ ഓഫ് ടിയുടെയും ഡെൽ ഓഫിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. മെയിൻ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ് കുറച്ചുണ്ട്. അപ്പോ അത് ഞാൻ അതിന്റെ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുമ്പോൾ അതിനകത്ത് പറയാം. നെക്സ്റ്റ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്. ഇതിനെ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു സിഗ്നൽ ആണ് എക്സ്പോണൻഷ്യൽ. എക്സ് ഓഫ് ടി ഈക്വൽ ടു എ ഇ റേസ് ടു 8. അപ്പൊ ഈ എലിമെന്ററി സിഗ്നൽസിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള സിഗ്നല് യൂണിറ്റ് സ്റ്റെപ്പ്, റാമ്പ്, യൂണിറ്റ് ഇമ്പൾസ്. കാരണം അത് പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഏരിയ ആണ്. ഇനി എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ ഇ റേസ് ടു 8.
ഇതാണ് ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സപ്പോസ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് പല കേസിൽ ഇതിനെ കാണിക്കാം. എയുടെ വാല്യൂ 0 ആണെങ്കിൽ കേസ് 1 a equal to 0. a equal to 0 എന്ന് പറഞ്ഞാൽ x of t എന്താവും? e raised to 0 1 ആണ്. x of t എന്ന് പറയുന്നത് a എന്ന് വരും. എപ്പോഴും a ആയിരിക്കും. അതായത് നിങ്ങളുടെ t എന്ത് ആയിക്കോട്ടെ നിങ്ങളുടെ ആൻസർ a ആയിരിക്കും. ഇതൊരു എക്സ്പോണൻഷ്യൽ ആണ്, കാരണം ഇത് സ്പെഷ്യൽ കേസ് ആണ്. a 0 ആകുമ്പോഴുള്ള കേസിൽ അത് കോൺസ്റ്റന്റ് ഡി സി പോലെ ഇങ്ങനെ ആക്ട് ചെയ്യും. അതായത് എല്ലാ വാല്യൂസും ടിയുടെ എല്ലാ വാല്യൂസിലും അത് a ആയിരിക്കും. ഇനി കേസ് 2 എന്ന് പറയുന്നത് a നെഗറ്റീവ് ആണെങ്കിൽ അപ്പൊ നമുക്ക് എക്സ് ഓഫ് ടി എന്തായിരിക്കും? a നെഗറ്റീവ്, a ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. e റേസ് ടു -80 അതെന്ന് പറയുന്നൊന്നുമില്ല. അപ്പൊ ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ a എന്ന് വരും. അതായത് a എന്ന് തുടങ്ങി ടി ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e റേസ് ടു -ഇൻഫിനിറ്റി 0, a എന്ന് എക്സ്പോണൻഷ്യലി ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു സിഗ്നൽ ആയിരിക്കും. ഇതാണ് കേസ് 2. ഇനി കേസ് 3 എന്ന് പറയുന്നത് കേസ് 3 a ഗ്രേറ്റർ ദാൻ 0. അവിടെ എക്സ് ഓഫ് ടി എന്താണ്? a e റേസ് ടു 80 ആണ്, പോസിറ്റീവ് ആണ്. ആ സമയത്ത് 0 കൊടുക്കുമ്പോൾ a ആണ്. ഇനി ടി ഇൻഫിനിറ്റി ആകുമ്പോൾ അത് ഇൻഫിനിറ്റി ആണ്. അതായത് ഇങ്ങനെ എക്സ്പോണൻഷ്യലി റൈസ് ചെയ്ത് പോകുന്ന ഒരു സിഗ്നൽ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ സിഗ്നൽ. അപ്പൊ ഇത് ഒരു എലമെന്ററി സിഗ്നൽ ആണ്. നെക്സ്റ്റ് ഒരു റെക്ടാങ്കുലർ പൾസ് സിഗ്നൽ ആണ്. അത് വളരെ എളുപ്പമാണ്. റെക്ടാങ്കുലർ പൾസ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ വരും. ഇത് -τ/2 മുതൽ τ/2 വരെയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് റെക്ടാങ്കുലർ ഫംഗ്ഷൻ. ഇങ്ങനെയാണ് കാണിക്കുന്നത് t/τ. സോ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: റെക്ടാങ്കുലർ ഫംഗ്ഷൻ ഓഫ് t/τ. ഇതിന്റെ വാല്യൂ 1 ആണ് ഫോർ മോഡ് t ലെസ് ദാൻ ഓർ ഈക്വൽ ടു τ/2. ഇങ്ങനെ എഴുതിയതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ വാല്യൂ 1 ആണ്. എവിടെ തൊട്ട് എവിടെ വരെ? -τ/2 മുതൽ τ/2 വരെ. മോഡ് t എന്ന് എഴുതിയേക്കുന്നത് അതിന്റെ മീനിങ് ഇതാണ്: -τ/2 മുതൽ τ/2 വരെ ആ ഒരു ഫംഗ്ഷന്റെ വാല്യൂ 1 ആയിരിക്കും. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻസ് ആണ് സിഗ്നൽസിന്റെ. ഓരോ എലമെന്ററി സിഗ്നൽസിന്റെയും റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ പൾസ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതേപോലെ ട്രയാങ്കിളും ഉണ്ട്. ഞാനത് വേണമെങ്കിൽ ഒന്ന് എഴുതിയേക്കാം. ട്രയാങ്കുലർ ഫംഗ്ഷൻ, ട്രയാങ്കുലർ സിഗ്നൽ, അത് ഒരു എലമെന്ററി സിഗ്നൽ. ഒരുപാട് എലമെന്ററി സിഗ്നൽസ് ഉണ്ട്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അതിങ്ങനെയാണ് വരുന്നത്: τ/2 മുതൽ -τ/2 വരെ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അതിനിങ്ങനെ ട്രയാങ്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ട്രയാങ്കിൾ ഓഫ് t/τ. സോ അതിന്റെ എക്സ്പ്രഷൻ ട്രയാങ്കിൾ ഓഫ് t/τ ഈസ് ഈക്വൽ ടു, ശരിക്കും ഇത് രണ്ട് സ്ലോപ്പ് ലൈനിന്റെ രണ്ട്, ഇപ്പൊ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ രണ്ട് ലൈൻ ഇക്വേഷൻ ആണല്ലോ. അപ്പൊ രണ്ട് ലൈൻ ഇക്വേഷന്റെ സ്ലോപ്പ് വെച്ചിട്ട് രണ്ട് ലൈൻ ഇക്വേഷന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചാണ് ചെയ്യുന്നത്. അത് കിട്ടുന്നതാണ്, അത് പഠിച്ചു വെച്ചേക്കുക. 1 - മോഡ് t/τ ഇതാണ് എക്സ്പ്രഷൻ. അതായത് നമുക്ക് രണ്ട് ലൈൻ ഇക്വേഷൻസ് കിട്ടും. ഒന്ന് 1 + t/τയും -1 - t/τയും. അപ്പൊ ഇത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എവിടെ തൊട്ടാണ്? മോഡ് t ലെസ് ദാൻ ഓർ ഈക്വൽ ടു τ/2ലാണ് ഈ സിഗ്നലും ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ. റെക്ടാങ്കുലർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1 - മോഡ് t/2. റെക്ടാങ്കുലർ ഫംഗ്ഷന്റെ വാല്യൂ 1 ആയിരിക്കുമല്ലോ എപ്പോഴും. സോ ഇങ്ങനെയാണ് റെക്ടാങ്കുലർ പൾസ് സിഗ്നലും ട്രയാങ്കുലർ പൾസ് സിഗ്നലും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി അടുത്തത് സിഗ്നം ഫംഗ്ഷൻ ആണ്. സിഗ്നം അത് നമ്മുടെ കൂടുതലും സിഗ്നൽസിൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് സിഗ്നം. നമ്മൾ അതിനെ SGN(t) വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ 1 ആണ് ഫോർ t ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഈസ് ഈക്വൽ ടു -1 ആൻഡ് ഈക്വൽ ടു 0 ഫോർ t ഈക്വൽ ടു 0 ആൻഡ് ഈസ് ഈക്വൽ ടു -1 ഫോർ t ലെസ് ദാൻ 0. അതായത് ഇങ്ങനെ വരും സിഗ്നൽ. t ഗ്രേറ്റർ ദാൻ 0യിൽ അതിന്റെ വാല്യൂ 1, t ലെസ് ദാൻ 0യിൽ അതിന്റെ വാല്യൂ -1, t ഈക്വൽ ടു 0യിലോട്ട് വരുമ്പോൾ അത് 0യിലേക്ക് പോകുന്നു.
അപ്പൊ ഇതിനെയാണ് സിഗ്നൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഈ സ്റ്റെപ്പ് സിഗ്നലുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളതാണ്. രണ്ട് സ്റ്റെപ്പ് സിഗ്നൽസിനെ ആഡ് ചെയ്തിട്ട് വെച്ചേക്കുമാണ്. അപ്പൊ ഇതാണ് സിഗ്നൽ ഫംഗ്ഷൻ. ഇത് ഒരു എലിമെന്ററി സിഗ്നൽ ആണ്. ഇനി സിങ്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. സിങ്ക് ടി, സിങ്ക് ഓഫ് ടി എന്ന് പറഞ്ഞ എന്താണ്? സൈൻ പൈ ടി, പൈ പൈ ടി. വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ്. ഒരു വലിയ സൈൻ വേവും കുറെ കുഞ്ഞു സൈൻ വേവ്സ് കൂടെ ചേരുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇത് വരുന്നത്. ഇതാണ് സിഗ്നൽ ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ സിഗ്നൽ അല്ല സിങ്ക് ഫംഗ്ഷൻ. സിങ്ക് ഓഫ് ടി. അപ്പൊ ഇങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള എലിമെന്ററി സിഗ്നൽസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആദ്യത്തതൊക്കെ തന്നെയാണ്. അതായത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റാമ്പ് സിഗ്നൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പരാബോളിക് സിഗ്നൽ, ദെൻ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന സിഗ്നൽസ്. അപ്പൊ ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ അത് ഇതിലൂടെ പറഞ്ഞേക്കാം. പ്രോഗ്രാം ചെയ്യുമ്പോ നമുക്ക് അന്നേരം ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടെൽ ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടെൽ ഓഫ് ടി ആയിരിക്കും. അതായത് ഒരു സിഗ്നലിനെ ടൈം റിവേഴ്സ് ചെയ്താലും അത് തന്നെ കിട്ടും. അത് ഇമ്പൾസ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. രണ്ടാമത്തത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇതൊക്കെ ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് സീറോ ആയിരിക്കും. അതേപോലെ മൂന്നാമത്തത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി നോട്ട് ആയിരിക്കും. ഇനി നാലാമത്തത് ഡെൽ ഓഫ് എ ടി എന്ന് പറയുന്നത് 1/mod a ഡെൽ ഓഫ് ടി ആയിരിക്കും. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ്. അതായത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡെൽ ഓഫ് മൈനസ് ടി, അതിന്റെ ടൈം റിവേഴ്സ് ചെയ്താലും ആ സിഗ്നൽ തന്നെ കിട്ടും. ഇനി ഒരു സിഗ്നലിനെ ഡെൽ ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഓഫ് സീറോയിലെ വാല്യൂ ചെയ്താൽ മതി. അതായിരിക്കും ആൻസർ. അവിടെ ഇന്റർവെൽ ശ്രദ്ധിക്കുക, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. അതേപോലെ ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് ആണെങ്കിലോ അത് എക്സ് ഓഫ് ടി നോട്ട് വരും. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇനി അഞ്ചാമത്തെ ഒരെണ്ണം ഇതാണ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ. ഒരു സിഗ്നലിനെ ഡെൽ ഓഫ് ടി വെച്ച് കൺവല്യൂട്ട് ചെയ്താൽ ആ സിഗ്നൽ തന്നെ കിട്ടും, എക്സ് ഓഫ് ടി തന്നെ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഇമ്പൾസ് സിഗ്നലിന്റെ മെയിൻ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ്. അപ്പൊ പ്രോപ്പർട്ടീസ് കൂടുതൽ ശ്രദ്ധിച്ചു പഠിക്കണം. ഇമ്പൾസ് ഫംഗ്ഷൻ്റെ അപ്പൊ എന്താണ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്നുള്ളത് പറഞ്ഞു. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലിമെന്ററി സിഗ്നൽ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ് സഹിതം പഠിച്ചു വെക്കുക. ഡെൽ ഓഫ് എ ടി എന്ന് പറയുന്നത് സ്കെയിലിംഗ് പ്രോപ്പർട്ടിയാണ്. 1/mod a ഡെൽ ഓഫ് ടി എന്ന് വരും. ഇനി ഒരു സിഗ്നലിനെ ഡെൽ ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഓഫ് സീറോ കിട്ടും. എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി കൊണ്ട് കൺവല്യൂട്ട് ചെയ്താൽ ആ സിഗ്നൽ തന്നെ കിട്ടും, അതായത് എക്സ് ഓഫ് ടി തന്നെ കിട്ടും. അപ്പൊ ഇത്രയാണ് നമ്മുടെ എലിമെന്ററി സിഗ്നൽസ്. ഇതാണ് ശരിക്കും ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് കിടക്കുന്നത്. നെക്സ്റ്റ്